ഹായ് കൂട്ടുകാരെ, നമുക്ക് മലയാളത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കുടയില്ലാത്തവർ എന്ന കവിതയിലെ പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപ്പെട്ട വരികളുടെ ആശയം വരുന്ന ചിത്രങ്ങൾ വരക്കാനാണ് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ കവിതയിൽ ഒരുപാട് വരികളുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ്, അതിൻ്റെ ആശയം വരുന്ന ചിത്രങ്ങൾ വരക്കാൻ. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കുഞ്ഞേടത്തി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ പ്രവർത്തനത്തിന് ഒരു മാതൃക തന്നിട്ടുണ്ട്. ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് ചെറു സ്ലേറ്റും ബുക്കും തൻ മാറണച്ച് എന്ന വരികളുടെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നനയാതെയാകെ നനഞ്ഞു പോമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ തോന്നിത്തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചുപെങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള ആശയങ്ങൾ വരുന്ന വരികളെ നമ്മളോട് ചിത്രങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ വരികളും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ടീച്ചർ കാണിച്ചു തന്നിട്ടുള്ള ചിത്രം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് കുഞ്ഞേടത്തി എന്ന ONV കുറുപ്പിൻ്റെ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം കവി പരിചയം, അതുപോലെ തന്നെ ആ ആസ്വാദനക്കുറിപ്പിൽ ഒരു ആശയം ഉണ്ടായിരിക്കണം. ഇഷ്ടപ്പെട്ട വരികൾ നമുക്ക് എഴുതാം, പ്രയോഗങ്ങൾ എഴുതാം, ശബ്ദ ഭംഗികളെക്കുറിച്ച് എഴുതാം, നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അഭിപ്രായം എന്നിവയൊക്കെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ഉത്തരമായിട്ട് ഇതിൽ നിന്ന് 2 വരികൾ എടുത്തിട്ടുണ്ട്. ഒന്ന് പള്ളിക്കൂടം തുറന്നല്ലോ മഴ തുള്ളികളും തുള്ളി വന്നല്ലോ എന്നുള്ളൊരു ആശയത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാനിവിടെ വരക്കുന്നത്. രണ്ടാമതായിട്ട് പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരെ എന്നുള്ള ആശയത്തിൻ്റെ ചിത്രവും വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിലൊരുപാട് ആശയങ്ങൾ വരുന്ന വരികളുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് ചിത്രങ്ങൾ വരയ്ക്കാം. അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ഒരൊറ്റ ഖണ്ഡികയായിട്ടല്ല എഴുതേണ്ടത്, പാരഗ്രാഫായിട്ടാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഇവിടെ വായിക്കാം. കുഞ്ഞേടത്തി എന്ന കവിതയിലെ ആസ്വാദനക്കുറിപ്പാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ONV കുറുപ്പാണ് അപ്പോൾ ഈ കഥ അപ്പോൾ ഈ കവിത എഴുതിയിട്ടുള്ളത് ONV കുറുപ്പാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്വാദനക്കുറിപ്പൊന്നും പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്കൊരു ഹെഡിങ് കുഞ്ഞേടത്തി. ആദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കവിയെ കുറിച്ചിട്ട് ആദ്യം ഒരു പാരഗ്രാഫ് ആസ്വാദനക്കുറിപ്പ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാനൊന്ന് വായിച്ചു തരാം. ആദ്യം നമുക്ക് ആ കവിതയുടെ പേര് കുഞ്ഞേടത്തി എന്ന് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ കവിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. പ്രശസ്ത കവി ONV കുറുപ്പാണ് കുഞ്ഞേടത്തി എന്നീ കവിത എഴുതിയിരിക്കുന്നത്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച അദ്ദേഹം അധ്യാപകനും കവിയും ഗാനരചയിതാവുമായിരുന്നു. 2007 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ബഹുമതിയും എഴുത്തച്ഛൻ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഭൈരവൻ്റെ തുടി, ചരമഗീതം, അക്ഷരം, ഉപ്പ് മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുന്നത് കുഞ്ഞേടത്തി ഒരമ്മയെപ്പോലെ ഉണ്ണിയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഉണ്ണിക്ക് കുഞ്ഞേടത്തിയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു ഏടത്തിയോ അനിയനോ ഉള്ള ബന്ധമല്ല അവർ തമ്മിൽ, ഒരമ്മയും മകനും തമ്മിലുള്ള ബന്ധവും സ്നേഹവുമാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഉണ്ണിയെ ഊട്ടുന്നതും ഉറക്കുന്നതും കുഞ്ഞേടത്തിയാണ്. മടിയിലിരുത്തി മാറോട് ചേർത്ത് പിടിച്ച് ഒരുപാട് ലാളിച്ചുകൊണ്ട് അവൻ ആവശ്യപ്പെടുന്ന ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുന്നതും അത് കേട്ടുകൊണ്ട് അങ്ങനെ ഉറങ്ങുന്നതും ഉണ്ണിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞേടത്തി ആരും കേൾക്കാത്ത കഥകൾ പോലും പറയാറുണ്ട്.
അടുത്ത പാരഗ്രാഫിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കഥ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുടയില്ലാത്തവർ എന്ന ONV കുറുപ്പിൻ്റെ കവിതയുമായി ബന്ധിപ്പിക്കുക, അതിലുള്ള ആശയങ്ങളും കൂടെ കണ്ടെത്തി രണ്ടും കൂടെ ഒരു താരതമ്യം നടത്തുന്ന ഒരു പാരഗ്രാഫാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. കുടയില്ലാത്തവർ എന്ന ONV കുറുപ്പിൻ്റെ കവിതയിൽ മഴയത്ത് വാഴയില തലയിൽ വെച്ച് ചെറു സ്ലേറ്റും ബുക്കും മാറോട് ചേർത്ത് പിടിച്ച് അനിയനല്ലാത്ത അനിയനെയും നനയാതെ ചേർത്ത് പിടിച്ച് കുടയിൽ നിർത്തുന്ന ഒരു കൊച്ചു പെങ്ങളുടെ കഥ പറയുന്നുണ്ട്. അവിടെയും ഇതുപോലെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഇതുപോലെ ഈ കവിതയെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് സ്നേഹം എന്നുള്ളത് വളരെ വിരളമാണ്. ഒരു കുടുംബത്തിൽ തന്നെ പരസ്പര സ്നേഹമില്ലാത്ത കാലമാണ്. എന്നാൽ പണ്ടുകാലത്തെ ജീവിതത്തിൽ സ്നേഹമുണ്ടായിരുന്നു, അതിലേറെ പരസ്പര വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് വലിയ കുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ ആങ്ങളെയും പെങ്ങളെയും അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം ഒന്നുമില്ലാതെ അതൊക്കെ നമുക്ക് വിദൂരമാണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഈ രണ്ട് കവിതയും വായിച്ച് നമുക്ക് അതിലെന്താണ് നമുക്ക് മനസ്സിലായത്, നമ്മുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ അവസാന പാരഗ്രാഫിൽ എഴുതേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് കവിതയിലും സ്നേഹവും വാത്സല്യവും ഒരുപാട് തുളുമ്പി നിൽക്കുന്നുണ്ട്. അമ്മയുടെയും ഉണ്ണിയുടെയും ഏടത്തിയുടെയും പെങ്ങളുടെയും ഒക്കെ സ്നേഹം കവി വാത്സല്യ ഭാവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹം എന്നുള്ളത് മനസ്സിനുള്ളിലെ ഒരു വികാരമാണ്. അത് നമ്മൾ പുറത്ത് കാണിക്കുമ്പോഴേ അത് അനുഭവിച്ചറിയാൻ പറ്റൂ.